ഹലോ ഗായ്സ്, നല്ല നാടൻ സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? ഷാപ്പിലെ ചിക്കൻ ഫ്രൈ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോളിൻ. ഓക്കെ, ആദ്യം തന്നെ വറ്റൽമുളക് ഞാൻ പൊടിച്ചു കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി. പിന്നെ കുരുമുളക് പൊടിച്ചു, ഞാൻ സ്വന്തമായിട്ട് കുരുമുളക് ഇട്ട് പൊടിച്ച് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പ്രിപ്പറേഷനിലേക്കാണ് കേട്ടോ ഞാൻ പോയത്. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ള പ്ലേറ്റൊക്കെ വെച്ച് നിങ്ങളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ റെഡ് കളർ കിട്ടാൻ വേണ്ടി റെഡ് ചില്ലി പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കേർഡ്, പിന്നെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഒക്കെ കൂടിയിട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. എൻ്റെ വൈഫിന് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൈഫിന് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്ക് അച്ഛന് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാമയുടെ അടുത്തു നിന്നാണ്. മാമ ഒരു അടിപൊളി കുക്കാണ് കേട്ടോ. അപ്പോൾ മാമയുടെ അടുത്തു നിന്ന് കുറച്ച് കിട്ടിയതും പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്ത് എൻ്റേതായ ഒരു രീതിയിൽ ഞാനൊരു മസാല ഇങ്ങോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് പാളുമില്ല എന്നുള്ളത് ലാസ്റ്റേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മസാലയൊക്കെ ഞാൻ മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് ഇട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 1 ഡേ എങ്കിലും നിങ്ങൾ ചിക്കൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. അപ്പോളെ മസാലയൊക്കെ നല്ല പിടിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത്രയും ക്ഷമയില്ലാത്ത ആൾക്കാരാണെങ്കിൽ 2.5 hours എങ്കിലും ഫ്രീസറിൽ ചിക്കൻ വെച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. ഓക്കെ, നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മുളക് ഇതിൻ്റെ മുകളിൽ ലാസ്റ്റിൽ എല്ലാ മസാലയും മിക്സ് ചെയ്തതിന് ശേഷം ഇട്ടത്. എൻ്റെ വൈഫും കുട്ടിയും വന്നിട്ട് നോക്കുന്നുണ്ട്, ഏട്ടനിപ്പോൾ എന്താ ഇവിടെ പരിപാടി എന്നുള്ളൊരവസ്ഥയായിരുന്നു അവർ. ഈ ചട്ടി എടുക്കാനുള്ളത് എൻ്റെ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. കാരണം കുറേ എണ്ണ നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു കുണ്ടുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച എണ്ണ നല്ല മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ മസാല പരട്ടി വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇടുക. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒരു 10 minutes അത്ര നമുക്കത് ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ഇതിനനുസരിച്ചാണ് കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് നല്ല വേണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം, എന്നിട്ട് വാരി കൂട്ടി ഇടുക. അതിലേക്ക് ഞാനൊരു മീൻ പൊടിക്ക് വേണ്ടി ഒരു ഭംഗിക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൂടിയും ബെതറി. രസമായിരുന്നു. പിന്നെ നല്ല ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഒരു നാരങ്ങ കണ്ട് പിഴിഞ്ഞ് എൻ്റെ വൈഫിന് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അവൾ കഴിച്ചിട്ട് പറഞ്ഞു നൈസായിട്ട് ഏട്ടാന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ.